നമ്രാണാം സന്നിധത്തെ സതതമപി പുര തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം ത്വം ചക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർച്ചൂരജോയം. നമ്രാണാം സന്നിധത്തെ സതതമപി പുര തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാണ് ഭട്ടതിരിപ്പാട്. നമസ്കരിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാം നൽകുന്ന ഭഗവാൻ. അനഭ്യർത്ഥിതാനപി, അവർ ചോദിക്കാത്തതും ഒക്കെ വാരിക്കോരി നൽകുന്ന ഭഗവാനാണ്. എന്നിട്ടും നമ്മൾ ആ ഭഗവാനോട്, ആ മുക്തിപ്രദനായ മുകുന്ദനോട് നിസ്സാരങ്ങളായിട്ടുള്ള തുച്ഛങ്ങളായിട്ടുള്ള പലതും നരകത്തിൽ പോലും കിട്ടുന്ന പലതുമാണ് നമ്മൾ ചോദിക്കുന്നത്. സാക്ഷാൽ കൽപ്പവൃക്ഷമാണ്. ആ കൽപ്പവൃക്ഷത്തിൻ്റെ മുന്നിൽ നിസ്സാരപ്പെട്ട എന്തൊക്കെയോ നമ്മൾ ചോദിക്കുകയും എന്നിട്ട് ഒരുപാടൊക്കെ നേടിയെന്ന് അഹങ്കരിക്കുകയും ചെയ്യാം. കഷ്ടം എന്നാണ് അവിടെ പറയുന്നത്. വ്യർത്ഥമർത്ഥ്യൂരജോയം. നമ്രാണാം സന്നിധത്തെ സതതമപി പുരത്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രം ഗതിം ച. ആ പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന ഗതിയെ നൽകും എല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ടും പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം ത്വം ചക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യൂരജോയം. അതുകൊണ്ട് തന്നെ ആ മുക്തിപ്രദനായിരിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനോട് നമുക്ക് മുക്തി തന്നെ പ്രാർത്ഥിക്കാം, പരമാനന്ദ ഗതിയെ തന്നെ പ്രാർത്ഥിക്കാം. നമസ്തേ.